നമുക്കിന്നൊരു ഹെയർ കളറിങ് വീഡിയോ ആണ്. ഇവളുടെ മുടിയിൽ ഓൾറെഡി കുറച്ച് കളറുണ്ട്, പക്ഷെ എൻ്റെ മുടിയിൽ ഒട്ടുമേ കളറില്ല. ഞാൻ മുന്നേ കുറേ സ്ട്രീക്സിൻ്റെ ബ്രാൻഡൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷേ ബ്ലീച്ച് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഹെയറിൽ കളർ വന്നിട്ടില്ല. പക്ഷെ ഇവളുടെ മുടി ഓൾറെഡി കുറച്ച് ബ്ലീച്ച് ചെയ്ത ഹെയറാണ്. ഇത് പാരഡൈസിൻ്റെ ഗ്ലോസി ഹെയർ ടിൻ്റെ. ഇതിനകത്ത് ബ്ലീച്ച് വേണ്ട, പക്ഷെ ഒരു 15 to 20 വാഷസ് വരെ നമുക്കിത് നിൽക്കുള്ളൂ, അങ്ങനെയാണ് ഇതിനകത്ത് പറയുന്നത്. കളർ വിസിബിൾ ഓൺ ബ്ലാക്ക് ഹെയർ, വിസിബിൾ ഓൺ ബ്ലാക്ക് ഹെയർ ആണ്. പിന്നെ ചേഞ്ചസ് ഉണ്ട്. ബ്രൗൺ ഹെയർ ആണെങ്കിൽ ഇങ്ങനെയും, ബ്ലാക്ക് ഹെയർ ആണെങ്കിൽ ഇങ്ങനെ കാണിക്കുന്നതാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ബ്രൗൺ. നമുക്ക് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇതിനകത്ത് എന്തൊക്കെയുള്ളത്? നോ അമോണിയ, നോ 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 PPD, കെമിക്കൽസ് കുറവാണ്. ബട്ട് ഇതിനകത്തുണ്ട് യൂസ് ചെയ്യേണ്ട മാനുവൽ ഉണ്ട്, യൂസർ മാനുവൽ ഉണ്ട്. പിന്നെ ഇതിനകത്ത് എന്തൊക്കെയുള്ള സാധനങ്ങൾ കാണിച്ചുതരാം. ഒരു ഡെവലപ്പർ ഉണ്ട്, പിന്നെ ഒരു ഗ്ലോസി ക്രീം, ഇതാണ് ഹെയർ ടിൻറ്റ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ അത് വാഷ് ചെയ്ത് കളയാനുള്ള കണ്ടീഷണർ ഉണ്ട്. ഇത് കളർ ചെയ്തതിന് ശേഷം യൂസ് ചെയ്യേണ്ട കണ്ടീഷണർ. പിന്നെ ഇതൊരു 2 weeks കഴിഞ്ഞിട്ട് യൂസ് ചെയ്യേണ്ട കണ്ടീഷണറാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ 2 ഗ്ലൗസ്, പിന്നെ ഇത് പ്ലാസ്റ്റിക് കണ്ടീഷണർ, പിന്നെ ഒരു ബ്രഷ് ഉണ്ട്. ഓക്കെ, 2 ഗ്ലൗസ്. തുടങ്ങാം. ഇതാണ് നമ്മുടെ പാത്രം. ഇത് മേത്ത് ഒന്നും കളറാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു വാസ്ലിൻ ജെല്ലി എടുത്തിട്ടുണ്ട്. പെട്രോളിയം ജെല്ലി ഏതോ യൂസ് ചെയ്യാം. നോർമൽ വാസിലാണ്, ഇത് സ്കിൻ പ്രൊട്ടക്റ്റ് ആണ് ആയിട്ടുള്ള സംഭവം. അപ്പോൾ നിങ്ങൾ നെറ്റിയിൽ കഴുത്തിലൊക്കെ ഇത് തേക്കുവാണെങ്കിൽ ഇതിനകത്ത് കളറാവില്ല. ഗൈഡ് ഉണ്ട്. അപ്ലൈ ലോഷൻ ഓൺ ഫോർഹെഡ് ആൻഡ് നെക്ക് ടു അവോയ്ഡ് സ്റ്റെയിൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. സെക്ഷൻ ദ ഹെയർ ഇൻടു 4 or more parts for easy application. പക്ഷെ ഞങ്ങൾ ഫുള്ളായിട്ട് അടിക്കുന്നില്ല, ഹൈലൈറ്റ്സ് മാത്രമേ അടിക്കുന്നുള്ളൂ. നമുക്ക് നമ്മളെ ഡെവലപ്പറും പിന്നെ മിക്സും കൂടെ ഇതൊരു പഴയ പോൺസിൻ്റെ ഇതിനകത്ത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യണം. നമ്മൾ കയ്യിൽ മെറ്റാലിക് ബോൾ ഇടരുതെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക. മിക്സ് ചെയ്ത് പ്രോപ്പർലി മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. ദിസ് ഈസ് ഓൾസോ ഹാർഡ്. സിമ്പിൾ ടെക്നോളജിയാണ്. ദിസ് ഈസ് ടു റെഡ്. ഇതാണ് ഗൈസ് ഇതിൻ്റെ കളർ കാണുമ്പോൾ ഒരു പേടിയുണ്ട്. ഔട്ട്കം അറിയത്തില്ല. നല്ലൊരു റെഡ് കളർ എനിക്ക് കാണുന്നത്. ഇത് എങ്ങനെയാ ബ്രൗൺ ആവുകയെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. ഹെയർ ടിപ്സിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം, റൂട്ടിൽ നിന്നല്ല. മീൻസ് താഴെ നിന്ന് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല, മേലേന്ന് റൂട്ട് ടു ടിപ്പ്, മുകളിൽ മീൻസ് ടോപ്പ് ടു താഴെ, ബോട്ടം. പിന്നെ നമ്മൾ ഒരിക്കലും നമ്മൾ റൂട്ടിൽ അപ്ലൈ ചെയ്യരുത്, കാരണം മുടി വളരാൻ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുടി പിന്നെ വളരില്ല. ഒരു റെഡ് സിനമൺ ബ്രൗൺ ആണ് വാങ്ങിയത്, പക്ഷെ ആക്കി വന്നപ്പോൾ ഇതൊരു റെഡ് ആയോ എന്നൊരു സംശയമുണ്ട്. പിന്നെ അമ്മ അറിഞ്ഞാൽ ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമായിരിക്കും. പിന്നെ വാഷ് ചെയ്താൽ 15 to 20 വാഷ് വരെ കളർ ലോങ് ലാസ്റ്റ് ഉള്ളൂ. അതുകൊണ്ട് പോകും. Phase 23. Yes, it is automatically turning on. ഞാൻ അറിയുന്നില്ല, ഞാൻ ജസ്റ്റ് കൈ നോക്കിയാൽ വീഡിയോ ഉണ്ടാവും. If you have long hair, it will take more than usual. കുറേ സമയം എടുക്കും. അതുകൊണ്ട് ക്ഷമയും സമാധാനവും പിന്നെ കല്യാണം റൈറ്റ് ടു ബീസ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ. ബിക്കോസ് പെട്ടുപോകും. അതെ, എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ കളറ് നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്ത് കളറാണ് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് പറ്റിയിട്ടുണ്ടെങ്കിലും ഞങ്ങളെ തലയിലിടരുത്. യുവർ ഓൺ റിസ്ക് അല്ലേ? ടേക്ക് അറ്റ് യുവർ ഓൺ റിസ്ക്. യാ, ഡു അറ്റ് യുവർ ഓൺ റിസ്ക്. ഫൈനലി ഇതാ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇവളെ എല്ലാം ഫുൾ മുടിയിൽ വാരി തേച്ചിട്ടുണ്ട്. ഇപ്പം സ്വന്തം മുടിയിൽ വാരി തേക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, തേക്കലോട് തേക്കലാണ്. ഇത് പക്ഷേ കയ്യിലൊക്കെ ആയി. വേറെ പഴയ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, ഡ്രസ്സിലൊക്കെ ആയി, കയ്യിലായി. ഇവളുടെ ഡ്രസ്സാണ്.
കയ്യിലൊക്കെ ആയിട്ടുണ്ട്. ഇതിന് വാഷ് ചെയ്യുമ്പം പോകുന്നതാണ് നമുക്ക് കിട്ടിയ നിഗമനം. ഹെയറിൽ മാത്രമേ നിൽക്കുള്ളൂ എന്നാണ്. പക്ഷെ ഇൻ കേസ് പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യും.